പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി ചൈനയിൽ സന്ദർശനം നടത്തുന്നത്. അതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ യുദ്ധം അത് ഇന്ത്യയെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. അവിടെയാണ് നമ്മൾ ശത്രുക്കളെന്ന് ഒരു സമയത്ത് പ്രഖ്യാപിച്ചിരുന്ന ചൈന വീണ്ടും മിത്രമാകുന്നത്. ഇന്ത്യ ചൈന ഭായി ഭായി ആകുമോ? നാളെയാണ് സുപ്രധാന കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര രംഗത്ത് ചൈനയുമായുള്ള സഹകരണം എത്രത്തോളം വലിയ തരത്തിലുള്ള പ്രയോജനം സൃഷ്ടിക്കും എന്നുള്ളതടക്കം കാത്തിരുന്ന് കാണണം. അമേരിക്കയിൽ നഷ്ടപ്പെടുന്ന വിപണി ചൈനയടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കണ്ടെത്തുക എന്നുള്ള സുപ്രധാന തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുകയാണ് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം ജപ്പാനിലെത്തിയപ്പോൾ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി ചൈനയിലും ആ മാജിക് ആവർത്തിക്കുമോ? എന്താകും പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിലെ ആത്യന്തിക ഫലം? കാത്തിരുന്ന് കാണാം. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. മോദിയുടെ നിർണായക ചൈനീസ് സന്ദർശനം തുടങ്ങി. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നാളെ. ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നീക്കങ്ങളുണ്ടാകും. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കും. തീരുവ വിഷയത്തിൽ ട്രംപിന് തിരിച്ചടി. അധികാര ദുർവിനിയോഗമെന്ന് അമേരിക്കൻ കോടതി. വിധിയെ സുപ്രീം കോടതിയിൽ നേരിടുമെന്നും ട്രംപ്. ഏറ്റവും വലിയ ഉയരത്തിൽ സ്വർണ്ണവില. കുതിപ്പിന് കാരണം രൂപയുടെ തകർച്ചയും ആഗോള വിപണിയിലെ ട്രെൻഡും. ജലരാജാക്കന്മാരുടെ രാജാവ് വിയപുരം. കിരീടം കൈനഗിരിയിലേക്ക്. നടുഭാഗം രണ്ടാമത്. ഫൈനൽ കാണാതെ കാരിച്ചാൽ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച NSS. ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയുള്ള വികസനം സ്വാഗതാർഹമെന്ന് സുകുമാരൻ നായർ. സ്ത്രീ പ്രവേശന വിവാദകാലം ഓർമ്മിപ്പിച്ച് കുമ്മനം രാജശേഖരൻ. സംഗമം ഇലക്ഷൻ സ്റ്റണ്ടെന്ന് യോഗക്ഷേമ സഭ. ബീഹാറിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ കരിങ്കൊടി. യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. വോട്ടർ യാത്ര ദർഭംഗയിലൂടെ കടന്നുപോകുന്നതിനിടെയായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർ രാഹുലിന്റെ വാഹനത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. വോട്ടധികാർ യാത്രയ്ക്ക് സെപ്റ്റംബർ 1 സമാപനം. കണ്ണൂർ കണ്ണപുരത്തെ വാടക വീട്ടിൽ ഒരാൾ കൊല്ലപ്പെട്ട ഉഗ്രസ്ഫോടനത്തിൽ അടിമുടി ദുരൂഹത. സ്ഫോടനമുണ്ടായത് ബോംബ് നിർമ്മാണത്തിനിടെ നിഗമനം. പരസ്പരം പഴിചാരി CPM-ഉം കോൺഗ്രസും. പോലീസും CPM-ഉം സംരക്ഷണം നൽകിയെന്ന് BJP. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക് പിടിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം യോഗം ചേർന്നു. മൊഴിയെടുക്കൽ ഉടൻ പൂർത്തിയാക്കും. MLA പാലക്കാട് വന്നാൽ തടയുമെന്ന് BJP. ഔദ്യോഗിക പരിപാടികളിൽ MLA എന്നുള്ള ഔദ്യോഗിക സ്ഥാനം വെച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. അത് ഏത് വിധേനയും ഞങ്ങൾ നേരിടും. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ രാഹുൽ. CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി NDA വിട്ടു. BJP മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്ന് ജാനു. തൽക്കാലം ഒരു മുന്നണിയിലേക്കും ഇല്ലെന്നും വിശദീകരണം. ജമ്മു കശ്മീരിലെ റംബാനിൽ മേഘവിസ്ഫോടനം. മിന്നൽ പ്രളയത്തിൽ 3 പേർ മരിച്ചു. റിയാസിയിലെ മണ്ണിടിച്ചിലിൽ 11 പേർ മരിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ തുടരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് രാഹുൽ ദ്രാവിഡ്. ടീമിൽ ഉയർന്ന സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും രാഹുൽ നിരസിച്ചുവെന്ന് റോയൽസ്. ദ്രാവിഡിന്റെ പിന്മാറ്റം സഞ്ജു റോയൽസ് വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ. മോദി ചൈനയിൽ.
SCO വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി. നാളെയും മറ്റന്നാളുമാണ് യോഗം. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ആഗോള സാമ്പത്തിക അസ്ഥിരതയ്ക്കിടയിൽ ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായകമാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഫലപ്രദമായ ചർച്ചകൾ അവിടെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. മനു ഭാരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, സംശയമില്ല അക്കാര്യത്തിൽ. കാരണം അമേരിക്കയുമായുള്ള ബന്ധം വഷളാണ്. ചൈനയിൽ കൂടുതൽ വിപണികൾ തേടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. പഴയ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ പോസിറ്റീവാണല്ലോ, അല്ലേ? അമേരിക്ക അവരുടെ നിലപാട് കടുപ്പിക്കും തോറും ഇന്ത്യ പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ്. പറ്റാവുന്നിടത്തെല്ലാം ജനലുകൾ കൂടി തുറക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ വളരെ കൃത്യമായി നോക്കേണ്ടത്, കഴിഞ്ഞ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇത്തവണ അദ്ദേഹം പങ്കെടുക്കുന്നു. ജപ്പാനിലെ സന്ദർശനത്തിന് ശേഷമാണ് ചൈനയിലേക്ക് എത്തുന്നത്. ജപ്പാനിൽ വളരെ നിർണായകമായ പല MOUകളും പ്രധാനമന്ത്രി ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നമ്മളിനി ഉറ്റുനോക്കുന്നത് ഇന്ത്യ ചൈന ബന്ധത്തെ സംബന്ധിച്ചുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ എന്ത് ഉണ്ടാകും എന്നതാണ്. ഇതിൽ ഈ ഷാങ്ഹായ് ഉച്ചകോടി അല്ലെങ്കിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഈ ഉച്ചകോടിയെ സംബന്ധിച്ചിടത്തോളം 10 അംഗരാജ്യങ്ങളും അതുകൂടാതെ ഒബ്സർവർ രാജ്യങ്ങളും അതുകൂടാതെ ക്ഷണിതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു മേഖല കൂടിയാണിത്. ഇത് ലോക ജനസംഖ്യയുടെ 42% വരുന്നത് ഈ ഉച്ചകോടിയിൽ അംഗങ്ങളായുള്ള രാജ്യങ്ങളുടെ ഇടത്താണ്. ഇത്തവണ മ്യാൻമാറിൽ നിന്നുള്ള അവിടുത്തെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായുള്ള അതിലെ അംഗങ്ങളായ ചൈന, റഷ്യ, ഇന്ത്യ, ഇറാൻ, അതുപോലെ പാകിസ്ഥാൻ കൂടി ഇതിൻ്റെ ഭാഗമാണ്. പിന്നീട് വരുന്നത് ഈ കസാക്കിസ്ഥാൻ, അതുപോലെ കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ ആയി ഇന്ത്യക്ക് കൂടുതൽ അടുപ്പവും ബന്ധവും ഇതുവഴി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയ വാതായനങ്ങൾ തുറക്കുന്നു. ഒരു വശത്തേക്ക് 7 വർഷത്തിനപ്പുറം പ്രധാനമന്ത്രി ഇങ്ങനെയൊരു തീരുമാനം ആയി മുന്നോട്ട് പോകുമ്പോൾ അത് അമേരിക്കയ്ക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ട്രംപിൻ്റെ ഈ നീക്കങ്ങൾ ബ്രിക്സ് പോലുള്ള മറ്റ് ആഗോള സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വഴിവെക്കും എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ഈ SCO കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി കൂടുതൽ അതിലേക്ക് രാജ്യങ്ങൾ വരുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. പ്രധാനമന്ത്രി നേരത്തെ ജപ്പാനിൽ അവിടെ ഈ ബുള്ളറ്റ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് ശേഷമാണ് ചൈനയിൽ എത്തുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധം ശക്തമാകുന്നു, ഇന്ത്യ ജപ്പാൻ ബന്ധം ശക്തമാകുന്നു. ലുക്ക് ഈസ്റ്റ് പോളിസി എന്നത് ഇന്ത്യയുടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള രാജ്യങ്ങളുമായുള്ള ഒരു നയമാണ്. അത് കൂടുതൽ ഫലപ്രദമാക്കാൻ, കാര്യക്ഷമമാക്കാനുള്ള നീക്കം നടക്കുന്നു. ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. ഇത് സ്വാഭാവികമായി നമുക്കൊരു ശത്രുരാജ്യം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന പാകിസ്ഥാനിൽ കൂടി കനത്ത സമ്മർദ്ദങ്ങൾക്ക് വഴിയാകും. നാളെ ചൈനയ്ക്ക് പാകിസ്ഥാനെ ആ നില കണ്ട് പിന്തുണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അവിടെയാണ് പ്രധാനം. കാരണം നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ചൈനയുടെയും ഇന്ത്യയുടെയും ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. പല കാര്യങ്ങളിലും പരസ്പരം തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിർത്തി വിഷയത്തിൽ പോലും യുദ്ധസമാനമായ അന്തരീക്ഷമൊക്കെ ഉണ്ടായ പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ഇപ്പോഴത്തെ നമ്മുടെ പ്രതിസന്ധിയെ, അമേരിക്കയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെ ഫലപ്രദമായി വിനിയോഗിക്കാൻ തീരുമാനം സ്വാഭാവികമായും ഇന്ത്യ എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കാത്തിരുന്ന ഒരു രാജ്യം, ഇന്ത്യയുടെ ഒരു പോസിറ്റീവ് മനോഭാവം കാത്തിരുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ ചൈനയും അതിനെ സമീപിച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ കാണാൻ, മനു? അതെ, നമ്മളെ ഒരു കാര്യം ഇപ്പോൾ ആഗോള നയതന്ത്ര വിദഗ്ധരൊക്കെ പറയുന്നത്, നമുക്ക് സുഹൃത്തുക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാം, പക്ഷേ നമ്മുടെ അയൽക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കാനാകില്ല. നമുക്ക് ഉള്ള അയൽക്കാരെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കഴിയും. അപ്പോൾ ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നത് നല്ല സൂചനയാണ്. നേരത്തെ മാൽദീവ്സുമായുള്ള ബന്ധം അത് കൂടുതൽ ശക്തമാക്കാൻ കഴിഞ്ഞു. അവിടെ ഉണ്ടായ വിള്ളലുകളെല്ലാം അടയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാനുമായി ഇന്ത്യക്കുണ്ടായിരുന്ന തർക്കങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണയോടുകൂടിയാണ് ഇതെല്ലാം പലതും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ബന്ധം കൂടി, ആ വഴി കൂടി അടയ്ക്കുകയാണ്. മ്യാൻമാർ ഈ യോഗത്തിൽ വരുന്നു. അവിടെ നിന്നുള്ള മ്യാൻമാറിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് വരികയാണ്. നോർത്ത് കൊറിയയിൽ കിം യോങ് യുങ് വരുന്നുണ്ട്. അതുപോലെ ഈജിപ്തിൽ നിന്ന് മുസ്തഫ മാഡ്ബൗളി എത്തുന്നുണ്ട്. അങ്ങനെ പുതിയ രാജ്യങ്ങളിലേക്കുള്ളൊരു ഒരു വാതായനം കൂടിയാണ് ഇവിടെ തുറക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോൾ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അതുപോലെ തജാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ ആയി ഇന്ത്യക്ക് ഇനി കൂടുതൽ വ്യാപാര സാധ്യതകൾ ഇന്ത്യ പരിശോധിക്കുകയാണ്. ചൈനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടും എന്നതൊക്കെ ലോകം ഉറ്റുനോക്കുകയും കാത്തിരുന്ന് കാണണം. നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് ട്രംപും ഷീ ജിൻപിങ്ങുമായി നാളെ നടക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ട്രംപുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ഈ തീരുവ യുദ്ധത്തിനൊക്കെ അമേരിക്കയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്.
ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അധിക തീരുവ ഏർപ്പെടുത്തിയ നടപടിയിൽ ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ തിരിച്ചടി. ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവകൾ അനധികൃതമാണെന്നും പിൻവലിക്കണമെന്നും US അപ്പീൽ കോടതി ഉത്തരവിട്ടു. കോടതി വിധി പക്ഷപാതപരമാണെന്നും വിധിയെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു വാർത്ത പുറത്തു വന്നത് ട്രംപ് ചില ആരോഗ്യസ്ഥിതിയുമായൊക്കെ ബന്ധപ്പെട്ടാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ വാർത്തയാണ്. മനു, പലതരത്തിലാണ് എന്നും ട്രംപ് വാർത്തകൾ നിറയുന്നത്. ഇപ്പോൾ ഈ തീരുവയുടെ പേരിൽ ട്രംപിന് അമേരിക്കയിലെ കോടതിയിൽ തന്നെ തിരിച്ചടി നേടുന്നു. കാരണം ഇന്ത്യക്കെതിരെ ഇത്ര വലിയ തീരുവ ഏർപ്പെടുത്തുന്നതൊക്കെ അമേരിക്കൻ ജനതയ്ക്ക് അംഗീകരിക്കാവുന്നതല്ല. നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് പ്രധാനം. ഒപ്പം രാഷ്ട്രീയമായും ചില തിരിച്ചടികൾ ട്രംപിനുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണ്ടേ? ഇതിൽ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് കനത്ത ഒരു തിരിച്ചടിയാണെന്ന് ട്രംപ് തന്നെ സമ്മതിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം ഇത് വലിയ ദുരന്തം ആണ് ഈ വിധി അമേരിക്കയ്ക്ക് സമ്മാനിക്കുക എന്നൊക്കെ തരത്തിൽ പ്രതികരിക്കുമ്പോൾ അത് ട്രംപിന് കനത്ത തിരിച്ചടിയാണ്. ഫെഡറൽ അപ്പീൽസ് കോർട്ടാണ് ഇത്തരത്തിലൊരു എക്കണോമിക് അല്ലെങ്കിൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് ഇങ്ങനെ തീരുവകൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് ട്രംപിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഫെഡറൽ കോർട്ടിൽ അപ്പീൽ നൽകാനുള്ള സാവകാശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 14-ാം തീയതി വരെ ഇതിനൊക്കെയുള്ള സാവകാശം ട്രംപിനുണ്ട്. അടുത്ത 14-ാം തീയതി വരെ ട്രംപിന് വേണമെങ്കിൽ ഈ നികുതി തീരുവ ചുമത്താം. അപ്പോൾ ആ ഫെഡറൽ കോർട്ടിൻ്റെ തീരുമാനം തനിക്ക് അനുകൂലമാകുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ട്രംപ് വെച്ച് പുലർത്തുന്നത്. അതോടൊപ്പം ട്രംപിൻ്റെ ഇതേ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇതേ അഭിപ്രായം പ്രഖ്യാപിച്ചുകൊണ്ട് US ട്രഷറി സെക്രട്ടറിയും അതുപോലെ കോമേഴ്സ് സെക്രട്ടറിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഡയർ കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന് അവർ പറയുന്നു. മാർക്കോ റൂബിയോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ഇതിനെപ്പറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹവും ട്രംപിൻ്റെ നെതിരെ വന്നിട്ടുള്ള കോടതി വിധി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നു. പക്ഷേ ട്രംപ് കൃത്യമായി പറയുന്നത് ഇങ്ങനെ ഒരു താരിഫ് നീക്കം വഴി $142 ബില്യൺ ബില്യൺ അധിക താരിഫായി അമേരിക്കയിലേക്ക് വരും. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇത് ഇരട്ടിയായിരിക്കും. അത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു. അതിലൊന്ന് ട്രംപ് അന്തരിച്ചു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തയാണ്. ആ വാർത്ത കണ്ട് പല ആളുകളും ഗൂഗിളിലും മറ്റതിലും ഈസ് ട്രംപ് അലൈവ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ട്രംപ് ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. അത് അമേരിക്കയിൽ വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും ട്രംപ് കഴിഞ്ഞ ഓഗസ്റ്റ് 24-നാണ് ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. അതിനുശേഷം ട്രംപിനെ കാണാനില്ല എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നു. 24-ന് അദ്ദേഹം വെർജീനിയയിൽ നാഷണൽ ഗോൾഫ് സെൻറ്ററിലെത്തി. പിന്നീട് 26-നാണ് അദ്ദേഹം ഇതുപോലെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. പിന്നീട് ട്രംപിനെ കണ്ടില്ല എന്ന് പറയുന്നു. ഏതായാലും ഇന്നും നാളെയും ഒന്നും അദ്ദേഹത്തിന് പ്രത്യേക പരിപാടികളൊന്നുമില്ല. അപ്പോൾ ട്രംപ് എവിടെയെന്ന് ചോദ്യം അങ്ങനെ ഉയരുക. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം ശക്തമായി തന്നെ രംഗത്തുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു വ്യാജ വാർത്ത, ട്രംപിന് ജീവഹാനി സംഭവിച്ചു അല്ലെങ്കിൽ അത് അന്തരിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പരക്കുകയാണ്. പലരും അത് കണ്ട് സോഷ്യൽ മീഡിയയിൽ ട്രംപ് ജീവനോടെ ഉണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അടിച്ച് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ആകാശമുട്ടി സ്വർണം. സ്വർണ്ണവില ഇന്നോളമുള്ള ഏറ്റവും വലിയ ഉയരത്തിൽ. പവന് 1200 രൂപയാണ് ഇന്ന് കൂടിയത്. 76,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്ന് ഓർക്കണം. അതായത് ഗ്രാമിൻ്റെ വില ഏതാണ്ട് 10,000 രൂപയ്ക്കടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു പവൻ സ്വർണം വേണമെങ്കിൽ ഇപ്പോൾ എത്ര രൂപ വേണം എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 8 ദിവസത്തിനിടെ മാത്രം 3,320 രൂപ കൂടി. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ആഗോള സാമ്പത്തിക സ്ഥിതിയിലെ വ്യത്യാസങ്ങളുണ്ട്. രൂപയുമായുള്ള ഡോളറുമായുള്ള നമ്മുടെ രൂപയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് സ്വർണ്ണ വിപണിയെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇനിയും വില വർധന ഉണ്ടാകുമെന്നാണോ ബന്ധപ്പെട്ടവർ പറയുന്നത്? രഞ്ജിത്ത്, ഈ ട്രംപിൻ്റെ പുതിയ നീക്കങ്ങൾ അത് ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലെ പണി തന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത് സ്വർണത്തിനാണ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും സ്വർണത്തിനൊരു പണിയെന്ന് പറയാൻ കഴിയില്ല. കാര്യം സ്വർണത്തിൽ നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണെന്ന് കൂടി പറയണം. ഈ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവിൻ്റെ ഗവർണറായിട്ടുള്ള ലീസ കുക്കിനെ ട്രംപ് പുറത്താക്കിയ നടപടിയെ തുടർന്നാണ്. ഈ ഒരു
നടപടിക്ക് പിന്നാലെ ഈ ലീസ കുക്ക് തന്നെ പുറത്താക്കാൻ ട്രംപിന് അധികാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ US ഫെഡും ട്രംപും തമ്മിൽ നിലനിൽക്കുന്ന ഈ പോരാട്ടം അത് ഡോളറിൽ ഒരു അനിശ്ചിതത്വം കൊണ്ടുവരികയാണ്. ഈ ഡോളറിൽ ഉണ്ടായ അനിശ്ചിതത്വം അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡോളറിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആൾക്കാരെ ഭീതിയിലാക്കി. ഇത് കാരണം പലരും ഡോളറിൽ നിക്ഷേപം നടത്താതെ സ്വർണത്തിലേക്ക് തിരിയുകയായിരുന്നു. ഇത്തരത്തിൽ സ്വർണത്തിൽ നിക്ഷേപം കുമിഞ്ഞു കൂടിയത് കാരണമാണ് വില ഇപ്പോൾ അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ മറ്റൊരു കാരണം US ഫെഡ് തന്നെ ഈ സെപ്റ്റംബറിൽ ഡോളറിൻ്റെ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം കൂടിയാണ് ഈ ഡോളറിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന വലിയൊരു വിഭാഗം ഡോളറിൽ നിന്ന് മാറി സ്വർണം അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് കാരണമാണ് ആഗോള മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില ഇത്രയധികം ഉയർന്നുകൊണ്ട് പോകാനുള്ള കാരണം. അപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മാത്രം 1200 രൂപ കൂടി 76,960 രൂപയാണ് സ്വർണത്തിനായിട്ടുള്ളത്. അതായത് ഇപ്പോൾ 77,000 എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിന് വെറും 40 രൂപ മാത്രമാണ് പിന്നിലുള്ളത്. ഗ്രാമിൻ്റെ വില നോക്കുകയാണെങ്കിൽ 150 രൂപ ഉയർന്ന് 9,620 രൂപയായിട്ടുണ്ട്. അതായത് 10,000-നടുത്ത്. ഇപ്പോൾ ഒരു മിനിമം സ്വർണം വാങ്ങണമെങ്കിൽ, 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 3% GST ഈ 9,620 രൂപ ഇതിൻ്റെ കൂടെ കൂട്ടണം. അതുപോലെ തന്നെ മിനിമം പണിക്കൂലി 5% കൂട്ടണം. അതുപോലെ തന്നെ 53.10 രൂപ ഹോൾമാർക്ക് ഫീസും കൂടി കൂട്ടിച്ചേർത്താണ് ഇതിൻ്റെ വില നൽകേണ്ടത്. അപ്പോൾ ഏറ്റവും മിനിമം 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത് 10,405 രൂപയാണ്. ഇത്രയും നൽകിയാൽ മാത്രമേ 1 ഗ്രാം സ്വർണം ലഭിക്കൂ. ഇത് 1 പവനിലേക്ക് വരുമ്പോൾ 83,245 രൂപയാണ്. അതായത് 10,000-ന് അടുത്ത സംഖ്യയാണ്. കണക്കുകളാണ്. വിത്രമല്ലെങ്കിൽ പോലും അത്ഭുതകരമായ കണക്കുകളാണ്. ഒരു 2-3 വർഷം മുമ്പ് 1 പവൻ സ്വർണത്തിന് 1 ഗ്രാം സ്വർണത്തിന് എത്ര രൂപയാകുമെന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് കണക്ക് കൂട്ടിയാലാണ് ഇതിൻ്റെ ഒരു കൗതുകം അറിയുക. അജയ്, നമുക്ക് അജയിലേക്ക് മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടി വരണം. അത് വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുരോഗമിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തമുണ്ട്. തേജസ്വി യാദവിൻ്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെയും ഒക്കെ പങ്കാളിത്തം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ യാത്രയിലുണ്ട്. അവിടെ UPIക്ക് കോൺഗ്രസ്സിന് ഒരു പുനരുജ്ജീവനം എന്ന രീതിയിലാണ് അവിടുത്തെ ഈ യാത്രയെ കാണുന്നത്. കാരണം രാഹുൽ നേരത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും വലിയ ജനപങ്കാളിത്തമായിരുന്നു പല സ്ഥലങ്ങളിലും. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. എങ്കിൽ പോലും ഇവിടെ ബീഹാറിൽ ഒരു പുനരുജ്ജീവനം പ്രതീക്ഷിക്കുന്നുണ്ട്. ബീഹാർ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായത് കരിങ്കുടി പ്രതിഷേധമാണ്. ദർഭംഗയിലൂടെ പര്യടനം കടന്നു പോകുന്നതിനിടയിലാണ് കരിങ്കുടി ഏന്തിയ യുവമോർച്ച പ്രവർത്തകർ രാഹുലിൻ്റെ വാഹനത്തിലേക്ക് കയറാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ അപമാനിച്ചു എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ബീഹാറിൽ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ പിടിച്ചുമാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്താണ് അജയ്, സുധാ, ബിജു സംഭവിച്ചത്? എന്താണ് ഇപ്പോൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഈ വോട്ടർ അധികാർ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദർഭംഗയിൽ നടന്നിട്ടുള്ള ഒരു ചടങ്ങിനിടയിൽ ദർഭംഗയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റേജ് പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ തേജസ്വി യാദവ് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ ഇവിടെ നിന്ന് പ്രസംഗിച്ച് മോട്ടോർ റാലിക്ക് വേണ്ടി പുറപ്പെടുകയുണ്ടായിരുന്നു. ഈ മോട്ടോർ റാലിക്ക് ഇവർ പുറപ്പെടുന്ന സമയത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, റഫീഖ് എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വേദിയിൽ കയറി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിനുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അത് ഈ റഫീഖിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും ഇപ്പോൾ നിലവിൽ കേസായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിനെതിരെയാണ് വ്യാപകമായി BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ദർഭംഗയിൽ തന്നെയുള്ള കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവരെ തടയുകയും 2 കൂട്ടർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നടന്ന ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് നേരെ കരിങ്കൊടിയുമായിട്ട് യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇവർ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത് വലിയ തോതിൽ ഒരു ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാനാണ് BJP നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഈ വോട്ടർ അധികാർ യാത്രയുടെ പ്രസക്തി കുറയ്ക്കാനും BJP ശ്രമിക്കുന്നുണ്ട്. അമിത്ഷാ ഈ വിഷയത്തിൽ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ അസഹിഷ്ണുതയും പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു നെഗറ്റിവിറ്റി അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് അമിത്ഷാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. വോട്ടർ അധികാർ യാത്ര 2-ാം തീയതി
ബീഹാറിൽ സമാപിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ മഹാറാലിയോടുകൂടിയൊക്കെയാണ് ഈ യാത്ര സമാപിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള സെപ്റ്റംബർ 1-ന് സമാപിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത വരുന്നത് NDAയുടെ ഘടകകക്ഷിയായിരുന്നു CK ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. അവർ NDA വിട്ടു കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ഒരു വാർത്ത പുറത്തു വരുന്നത്. BJPയിൽ നിന്ന് നിരന്തര അവഗണന നേരിടുന്നുവെന്നാണ് ജാനുവിൻ്റെ പരാതി. BJP മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നും ജാനു വിമർശിച്ചു. ജാനുവിൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് കോഴിക്കോട് ചേർന്ന സംഘടനാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. അനീഷ്, ജാനു കുറച്ച് നാളായി NDAക്കൊപ്പമുണ്ട്, തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഇപ്പോൾ ജാനുവിൻ്റെ പിണക്കം എന്തിനാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ മുന്നണിയോട് ഒരു അകൽച്ച പാലിച്ച് നിൽക്കുകയായിരുന്നു CK ജാനു. പ്രത്യേകിച്ചും ഈ പാർട്ടി ആവശ്യപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകിയില്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും നൽകിയിരുന്നു. പക്ഷെ അവയൊന്നും ഇതുവരെ ലഭ്യമാക്കിയില്ല എന്ന പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോടാണ് ഇവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയും യോഗത്തിൽ ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്ത് BJPയോടൊപ്പം അല്ലെങ്കിൽ NDA മുന്നണിയോടൊപ്പം ഇനി നിൽക്കേണ്ടതില്ലെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു. മുന്നണി മര്യാദകൾ നിരന്തരമായി ലംഘിക്കുന്നു എന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒപ്പം ഈ തൽക്കാലം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി തൽക്കാലം നിൽക്കേണ്ടതില്ല. വയനാട് അടക്കമുള്ള ജില്ലകളിൽ തങ്ങൾക്ക് പറ്റുന്ന ഇടങ്ങളിലൊക്കെ സ്വാധീനം വ്യക്തമാക്കുക, ഒപ്പം ഒരു സ്വാധീന ശക്തിയായി മാറി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം രണ്ട് മുന്നണികളെയും, ഈ BJP ഒഴികെയുള്ള അല്ലെങ്കിൽ NDA ഒഴികെയുള്ള മറ്റ് മുന്നണികളിൽ നിന്നും അവർക്ക് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും കുറച്ച് നാളുകളായി തന്നെ BJPയുമായി അല്ലെങ്കിൽ NDA മുന്നണിയുമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു CK ജാനു ഉണ്ടായിരുന്നത്. ഇതിൽ ഒടുവിലാണ് ഇപ്പോൾ മുന്നണി വിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റു. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ചാണ് മർദ്ദനമേറ്റത്. 3 പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഷാജൻ സ്കറിയ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയും തേടി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. ഷാജൻ സ്കറിയ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷം അദ്ദേഹം പരിക്ക് ഗുരുതരമൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാഗർ, ശരിയാണ് സാഗർ, ആരാണ്? 3 അംഗ സംഘമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ വ്യക്തമാകുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് തൊടുപുഴയിൽ വെച്ചാണ് ഇന്ന് വൈകുന്നേരത്തോടെ മർദ്ദനമേറ്റത്. വാഹനത്തിൽ പിന്തുടർന്നെത്തിയ ഒരു സംഘമായിരുന്നു ഷാജനെ മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. തൊടുപുഴയ്ക്കടുത്ത് മുതലക്കോടത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മങ്ങാട്ടുകവല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഷാജനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. ഈ പരിക്കേറ്റ ഷാജൻ സ്കറിയെ തൊടുപുഴയിൽ തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് എത്തിയാണ് ഷാജനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഷാജന് പരിക്ക് ഗുരുതരമല്ല. എന്നാലും മൂക്കിനും ചുണ്ടിനും ഉൾപ്പെടെ ഷാജന് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് തൊടുപുഴയിൽ തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷാജനെ മാറ്റിയിട്ടുണ്ട്. ഷാജന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒരു 3 അംഗ സംഘമാണ് വാഹനത്തിലെത്തിയത്. ഇവരാണ് മർദ്ദിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഷാജൻ ഇതിനു മുമ്പ് നൽകിയ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഷാജന്റെ വിശദമായി മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഈ മർദ്ദിച്ചവരെ കുറിച്ച് പോലീസിന് എന്തെങ്കിലും ധാരണയുണ്ടോ സാഗർ? ഇവർ പിന്തുടർന്ന് വന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ഈ ഷാജന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഷാജന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചത്. ഈ മർദ്ദിച്ചവരെ കുറിച്ച് വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് തൊടുപുഴയിൽ നിന്നുള്ള ഒരു വാർത്ത മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു. ആ വാർത്തയ്ക്ക് ചെയ്തതിനുള്ള ഒരു വൈരാഗ്യത്തിലാണ് ഇത്തരം ഒരു മർദ്ദനം നടന്നതെന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. എന്നാൽ മർദ്ദിച്ചവരെ കണ്ടെത്തണമെന്നും അതിനായുള്ള തിരച്ചിൽ തുടങ്ങിയെന്നുമാണ് തൊടുപുഴ പോലീസ് അറിയിച്ചിരിക്കുന്നത്. മർദ്ദിച്ചവരെ ഷാജന് മനസ്സിലായോ, ആളെ കണ്ടാൽ തിരിച്ചറിയാമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഷാജനിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. എന്നാൽ ഈ മൂക്കിൽ നിന്ന് ഉൾപ്പെടെ രക്തം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഷാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ജില്ലാ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോലീസ് ഇടപെട്ട് തന്നെയാണ് ഷാജനെ മാറ്റിയത്. അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷമാകും ഷാജന്റെ മൊഴിയെടുത്ത് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഷാജനെ മർദ്ദിച്ചവരെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയാണ് തൊടുപുഴയിൽ വെച്ച് മർദ്ദിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളാണ് സാഗർ പങ്കുവച്ചത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.
കഴിഞ്ഞ ദിവസം NSSന്റെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള സഹകരണത്തിന്റെ കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ വന്നിരുന്നു. ഇന്ന് വിശദീകരണവുമായി NSS രംഗത്ത് വന്നെന്നുള്ളതാണ് പ്രധാനം. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയുള്ള വികസനം സ്വാഗതാർഹമെന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാട്. അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണെങ്കിൽ നല്ലത്. ഇതിനായി രൂപീകരിക്കുന്ന സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം സമിതി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിമർശനങ്ങൾക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് സുകുമാരൻ നായർ ഇത്തരത്തിലൊരു വിശദീകരണ കുറിപ്പ് ഇറക്കിയത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉപാധികളോടെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുള്ള സഹകരണമാണോ ഇതുമായി ബന്ധപ്പെട്ട NSS മുന്നോട്ട് വെക്കുന്നത്? NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ഇന്നലെ നടത്തിയ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ വിവാദമായത്. സർക്കാരിന് പരിപൂർണ പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയ്യപ്പ ഭക്ത സംഗമത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം പങ്കെടുക്കും എന്നും പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് രാത്രി NSS ഔദ്യോഗികമായി അല്ലെങ്കിലും ചില വിശദീകരണങ്ങൾ പറഞ്ഞത്. അത് അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന്റെ പേരിലാണ് പങ്കെടുക്കുക, NSS നേരിട്ട് പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് പറഞ്ഞത്. ഇന്നിപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും NSS പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഹൈന്ദവ സംഘടനകളെല്ലാം വലിയ വിമർശനവുമായി രംഗത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പരിധിവരെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ പിന്തുണച്ചുകൊണ്ട് NSS രംഗത്തെത്തുന്നു. അതായത് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയുള്ള വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലതാണ് എന്നാണ് NSS ജനറൽ സെക്രട്ടറി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സമിതിയിൽ അതിൽ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകാൻ പാടില്ല, രാഷ്ട്രീയ ചുവയുള്ളവരും ഉണ്ടാകാൻ പാടില്ല, ഭക്തജനങ്ങളെയാണ് ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന നിർദ്ദേശവും ഒരു ഉപാധി കൂടി NSS വെക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സമിതിയുടെ അധ്യക്ഷനായി മുഖ്യമന്ത്രി പിണറായി വിജയനാണുള്ളത്. മറ്റു മന്ത്രിമാരൊക്കെ ആ സമിതിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പക്ഷേ സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് മന്ത്രിമാർ വരുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ NSS ഇതിനെ കാണുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. ഇന്നലെ തന്നെ ഈ സംഗീത് കുമാറിന്റെ പ്രതികരണം വന്നപ്പോഴും ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ഈ വിഷയത്തിൽ ഇല്ല എന്നായിരുന്നു NSS വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു, പല വിമർശനങ്ങളും ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിലാണ് പ്രതികരണം എന്ന് തന്നെ ഈ വാർത്താക്കുറിപ്പിൽ സുകുമാരൻ നായർ പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടായിരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പിണറായി സർക്കാർ തുടങ്ങിയപ്പോൾ മുതൽ വലിയ വിമർശനങ്ങളായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിമർശനം എന്ന നിലയിലായിരുന്നു. അത് സർക്കാരിന്റെ നിലപാടുകളും അത്തരത്തിലായിരുന്നു. സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ NSSന്റെ നിലപാട് ആചാരാനുഷ്ഠാനങ്ങളിൽ ശബരിമലയിലെ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് വിരുദ്ധമായാണ് സംസ്ഥാന സർക്കാർ പോകുന്നതെന്നായിരുന്നു നിലപാട്. എന്തായാലും ആ വിവാദങ്ങളെല്ലാം കഴിഞ്ഞതിന് പിന്നാലെ ശബരിമലയുമായി ഒരു ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഉപാധി വെച്ചാണെങ്കിലും ഒരു പരിധിവരെ സർക്കാരിനോട് NSS യോജിക്കുന്നു എന്നുള്ളതാണ്. ഹൈന്ദവ സംഘടനകൾ ഒരു വശത്ത് BJP ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോഴാണ് NSS സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത്. അത് ഈ സംഘപരിവാർ സംഘടനകൾക്ക് മാത്രമല്ല, ഒരു പരിധിവരെ സർക്കാരിനോട് NSS ചേർന്ന് നിൽക്കുന്നു എന്നൊരു ഇമേജ് വരുന്നത് അത് UDFനെ സംബന്ധിച്ച് ഒരു പരിധിവരെ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമീപത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ NSS ഇത്തരത്തിലെങ്കിലും പിന്തുണച്ചത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. തീർച്ചയായും അതാണ് നിലപാട്. സാഹചര്യം അപ്പോഴും യോഗക്ഷേമ സഭയ്ക്ക് ആഗോള അയ്യപ്പ സംഗമത്തോട് പഥ്യമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെയാണ് യോഗക്ഷേമ സഭ ഇന്ന് രംഗത്ത് വന്നത്. അയ്യപ്പ സംഗമം ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് സംശയിക്കുന്നതായി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ആരോപിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഹൈന്ദവ ക്ഷേത്ര ആരാധന സുഗമമായി നടത്താൻ വേണ്ട ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ കാല അനുഭവങ്ങളാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ഈ പമ്പാ സംഗമത്തിൽ നടക്കുന്നത് അയ്യപ്പനെ സുതാര്യമായി അവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അത് കേവലം ഈ ഒരു ഇലക്ഷൻ കാലത്ത് നടക്കുന്ന പ്രക്രിയയായിട്ട് മാത്രം ആണോ എന്ന് സംശയിച്ചു പോകുന്നതിൽ അതിശയമില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, ജനസമൂഹത്തിൻ്റെ വിശ്വാസികളുടെ ഒരു അങ്കലാപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതായാലും സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബ്രാഹ്മണ വർഗമാണ്. സുതാര്യമായി കർമ്മങ്ങൾ നടക്കണം, അനുഷ്ഠാനങ്ങൾ നടക്കണം. അതിലൊന്നും ഞങ്ങൾക്കൊരു അതിനൊക്കെ തെറ്റ് ചെയ്താൽ അത് ബന്ധപ്പെടുന്നവർക്കൊക്കെ ദുരിതമായി തീരും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഈ ശബരിമല ഒരു വിവാദ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് തോന്നിപ്പോവാണ്. നമുക്കൊരു ആശങ്കയുണ്ട് ഈ പമ്പയിൽ നടക്കുന്ന സംഗമത്തിൽ. അതെന്തായി തീരും? അത് അയ്യപ്പന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല, തന്ത്രിമാരെ ഒന്നും അറിയിച്ചിട്ടില്ല, അല്ല എന്നുവെച്ചാൽ മറ്റു തന്ത്രിമാരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്രവർത്തനങ്ങൾ പോകുന്നത്.
ഇതാണ് യോഗക്ഷേമ സഭയുടെ ആശങ്ക. ശബരിമലയെ വീണ്ടും വിവാദ വിഷയമാക്കരുതെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. തെറ്റിദ്ധാരണ ഒഴിവാക്കി സുതാര്യമാക്കാൻ ബോർഡും സർക്കാരും തയ്യാറാകണമെന്നും കീരമൺ ആവശ്യപ്പെട്ടു. ശശിനാരായണൻ വിവരങ്ങൾക്ക് പങ്കുവെക്കുക. ശശിനാരായണൻ, ഇതിപ്പോൾ പരസ്യമായി ഇവർ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. എന്തൊക്കെ ആവലാതികളാണ് സർക്കാരിനോട് ഇവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? സെപ്റ്റംബർ 20 പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ യോഗക്ഷേമ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാരിന് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഒരു വിമർശനപരമായി യോഗക്ഷേമ സഭ മുന്നോട്ട് വെക്കുന്നു. അതിലുപരി രാഷ്ട്രീയ താല്പര്യം കൂടിയുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വിശ്വാസികളുടെ പൂർണ്ണമായ അഭിപ്രായം തേടാതെയാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ശബരിമലയും പമ്പയും അടക്കമുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന ക്ഷേത്രത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന പരിപാടികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശമുണ്ട്. അപ്പം അത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് വേണം അവിടെ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത്. പക്ഷേ അത്തരത്തിലൊരു ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം സർക്കാർ തേടിയിട്ടില്ല എന്നുള്ള ഒരു വിമർശനവും ആരോപണമാണ് പ്രധാനമായും ഈ യോഗക്ഷേമ സഭ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം സർക്കാരിന് രാഷ്ട്രീയ താല്പര്യമാണ് ഇതിന് മുന്നിലുള്ളത്. അതുപോലെ തന്നെ ചില സാമ്പത്തിക ലാഭം സർക്കാരിന് ലക്ഷ്യമിടുന്നത്. ദേവസ്വം ബോർഡും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ സാമ്പത്തിക നേട്ടം ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ താല്പര്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം കൂടി വിമർശനപരമായി യോഗക്ഷേമ സഭ ഉന്നയിക്കുന്നു. യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാണ് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും നിലപാട് കൂടിയാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല കലാപഭൂമിയായി മാറിയിരുന്നു. ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന ക്ഷേത്ര നിലയ്ക്ക് പമ്പയും സന്നിധാനം അടക്കം വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. കൊല്ലം നല്ലില പള്ളിവേട്ടക്കാവിൽ ഒരാൾക്ക് കുത്തേറ്റു. ഗൂഗിൾ പേയിൽ ചെയ്ത പണത്തെ ചൊല്ലിയായിരുന്നു തർക്കം. അതിക്രമത്തിന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കടയുടമയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കുത്തേറ്റത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് 12:30 നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. രാഹുൽ ഗാന്ധിക്ക് നേരെ കരിങ്കൊടി. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം യോഗം ചേർന്നു. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അന്വേഷണം ഏത് രീതിയിൽ വേണമെന്ന കാര്യം ചർച്ച ചെയ്തു. ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കൽ ഒരാഴ്ചക്കകം പൂർത്തിയാക്കാനാണ് ആലോചന. അതേസമയം വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരായില്ല. വീണ്ടും നോട്ടീസ് നൽകാനാണ് തീരുമാനം. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ യോഗം ചേർന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് തരത്തിലായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിൽ തുടരന്വേഷണം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ പ്രാഥമികമായ ചില ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരാഴ്ചക്കകം മാധ്യമങ്ങളുടെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ റിനി അന്ന, അതോടൊപ്പം തന്നെ അവന്തിക, അതോടൊപ്പം തന്നെ ഹണി ഭാസ്കർ, ഈ 3 പേരുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തും. അതോടൊപ്പം ആ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തിയ ആ ശബ്ദ സന്ദേശം പുറത്തു വന്ന യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിൻ്റേത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലായിരുന്നു ഇന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്
വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനോട് ചോദ്യം ചെയ്യാനെത്താനുള്ള നിർദ്ദേശം നൽകിയത്. പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ തനിക്ക് നേരിട്ട് നോട്ടീസ് നൽകിയിട്ടില്ല എന്ന ന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയേക്കും. ആ നടപടികളോടും സഹകരിക്കാത്ത ഒരു തീരുമാനം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അന്വേഷണ സംഘം പത്തനംതിട്ടയിലെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വസതിയിലെത്തി തുടർ നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഈ കേസിലെ 3ാം പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്നാണ് രാഹുൽ മങ്കൂട്ടത്തിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധമുണ്ട് എന്ന് വെളിവാക്കുന്ന കൃത്യമായ ചില രേഖകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിയൽ കാർഡ് കേസിൽ കൂടി അന്വേഷണം കടുപ്പിക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. MLA ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് അക്രമാസക്തമായി പ്രവർത്തകർ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വന്നാൽ ശക്തമായ സമരമുണ്ടാകുമെന്നും BJP പറഞ്ഞു. MLA എന്ന നിലയിൽ ക്ലബിന്റെയോ റെസിഡൻസ് അസോസിയേഷന്റെയോ പരിപാടിയിൽ പങ്കെടുത്താലും തടയുമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഒരാൾ ഒരു കല്യാണ വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മര്യാദയില്ല. ഒരു കല്യാണ വീട്ടിൽ പോകുന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മരണ വീട്ടിൽ പോകുന്നോ ഒന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പോകുന്നതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തടയണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. മറിച്ച് ഔദ്യോഗിക പരിപാടികളിൽ MLA എന്നുള്ള ഔദ്യോഗിക സ്ഥാനം വെച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. അത് ഏത് വിധേനയും ഞങ്ങൾ നേരിടും. MLA എന്നുള്ള പരിപാടിയില്ല. MLA എന്നുള്ള ഔദ്യോഗിക വ്യക്തിപരമല്ല. MLA എന്നുള്ള ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏത് പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിലും ഞങ്ങളത് ക്ലബിൻ്റെ ആയാലും ശരി റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളായാലും ശരി ഞങ്ങൾ അതിനെ തടയും. നമുക്കിനി ഇന്നത്തെ പഞ്ച് ഡയലോഗ് നോക്കാം. സന്ദീപ് വാര്യരാണ് കൃഷ്ണകുമാറിനെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. സന്ദീപ് വാര്യരുടെ ആരോപണങ്ങൾക്ക് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ ഇന്ന് മറുപടി നൽകി. അനാഥപ്രേതം പോലെ നടക്കുകയാണ് സന്ദീപ് വാര്യർ. കോൺഗ്രസിന് പോലും വേണ്ടാത്ത സന്ദീപിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമില്ല. തെരഞ്ഞെടുപ്പിൽ നൽകിയ വിവരങ്ങൾ 100% ശരിയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഇതാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരാളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരോപണങ്ങളുമായിട്ട് വരട്ടെ, അവർ കാര്യങ്ങൾ പറയട്ടെ, ഞാൻ മറുപടി പറയാം. അല്ലാതെ ഇത്തരത്തിൽ അനാഥപ്രേതങ്ങളെ പോലെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്നാൽ അതേ സമയമുള്ളൂ. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സമയമില്ല. കണ്ണൂരിൽ വീണ്ടും സ്ഫോടനം. ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂരിന് നടുക്കിയ സ്ഫോടനത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും കനക്കുന്നു. പരസ്പരം പഴിചാരി കോൺഗ്രസും CPM രംഗത്തെത്തി. കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിൽ ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയായിരുന്നു. സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുമുണ്ട്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. സംഭവത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. സ്ഫോടനത്തിന് പിന്നാലെ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറുകയായിരുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അനൂപ് മാലിക് എന്നയാളുടെ പേരിലാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. നേരത്തെയും സമാന കേസിൽ പ്രതിയാണ് അനൂപ്. ഇയാൾക്കെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 2016 കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക്. ഉത്സവത്തിനുപയോഗിക്കുന്ന ഗുണ്ട് പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് സ്ഫോടനം നടന്ന വീട്ടിൽ നിർമ്മിച്ചിരുന്നത്. ഇതിന്റെ നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേയധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നടന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രൊസീജിയർ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഏരിയ
ഒന്ന് പോസ്റ്റ് ബ്ലാസ്റ്റ് സെനാരിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കുറച്ച് നേരം കൂടെ നമുക്ക് എടുക്കും. ഇതിൽ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ട് ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ. എന്നാൽ അനൂപ് മാലിക്കിന്റെ പശ്ചാത്തലം അറിയില്ലെന്നും 15 വർഷമായി വാടകയ്ക്ക് നൽകി വരുന്ന വീടാണെന്നും വീട്ടുടമസ്ഥ പറയുന്നു. ഇത് വെച്ചിട്ടില്ല, എഗ്രിമെൻ്റ് ആക്കിയിട്ടില്ല. എഗ്രിമെൻ്റ് നമ്മൾ താമസിച്ചവരത് ആരും നമ്മൾ മേടിച്ചിട്ടില്ല. കാരണം എല്ലാവരും 3 മാസം 6 മാസം കഴിയുമ്പോൾ ഏതെങ്കിലും വീട് എടുക്കാനും അതിൻ്റെ ഭാഗത്ത് നിന്നെല്ലാം എടുക്കുന്നതാണ്. പിന്നെ നമ്മളെ വീടൊന്നും നശിച്ചു പോകണ്ടെന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നത് വാടക. നല്ല വീടാണെന്നായിരുന്നു. അപ്പോൾ അവർ മാസത്തിലെല്ലാം നമുക്ക് കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. പിന്നെ ആരും നമ്മൾ ചോദിച്ചു, ഇതിനിടയ്ക്ക് ഞാൻ അതിൻ്റെ അടുത്തില്ല എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്തെങ്കിലും അവിടെ നിൽക്കുന്നവർ എന്തെങ്കിലും ആണുങ്ങളല്ലേ, എന്തെങ്കിലും വേറെയിലെ കുടിയോ വേറെയിലെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നുമില്ല. ആർക്കും അവരെ പറ്റി ഒരു മോശം പറയാൻ നമുക്ക് കിട്ടിയില്ല. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. അനൂപ് മാലിക് കോൺഗ്രസുകാരനെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാകേഷ് ആരോപിച്ചു. സംഭവത്തിന് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ഈ അനൂപ് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ. ഈ അനൂപ് എന്ന് പറയുന്ന ആൾ, ഞാനത് പറയാതിരിക്കുന്ന അയാൾ ഇവിടെയാണോ ഉള്ളത്, അല്ല പുറത്തെവിടെയെങ്കിലാണോ ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പരിശോധിച്ചോ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അത് ബന്ധപ്പെട്ടവരെ പരിശോധിക്കട്ടെ. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്നും പോലീസിന് വീഴ്ചയുണ്ടായതായും കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വിമർശിച്ചു. ബോംബിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാം ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തവും സമഗ്രവുമായ ഒരു അന്വേഷണം ഇവിടെ നടത്തണം. അത് അന്വേഷിച്ചിട്ട് ഈ അനൂപിന്റെ പേരാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് കൃത്യമായി അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു, അദ്ദേഹമാണ് എങ്കിൽ അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു ബോംബുകൾ? ഈ ബോംബ് നിർമ്മിച്ച് അദ്ദേഹം എവിടെയാണ് ഇതിന് സപ്ലൈ ചെയ്യുന്നത്? ഇതൊരു ഏജൻസി ആയിട്ടാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അനൂപ് മാലിക് K സുധാകരന്റെ അടുത്ത അനുയായി എന്ന ആരോപണവുമായി BJPയും രംഗത്തു വന്നു. പോലീസിന്റെയും CPMന്റെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചിരുന്നുവെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. ഈ വീടിന്റെ ഉടമ കോൺഗ്രസിന്റെ അടിയുറച്ച ഒരു അനുഭാവിയാണ്. ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ മരുന്ന് നിർമ്മിക്കുന്നത്, ബോംബ് ഉണ്ടാക്കുന്നത് ഒരു കാലത്ത് KPCC പ്രസിഡന്റായിരുന്ന K സുധാകരൻ്റെ വലം കൈയായിട്ടുള്ള ആളാണ്. പോലീസിൻ്റെ സംരക്ഷണത്തിൽ ഈ ആളുകൾ കഴിയുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു. പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ അതിൽ ഇദ്ദേഹം അനൂപ് മാലിക് ആ സംഭവത്തിൽ ഉൾപ്പെട്ടപ്പോൾ ഇത്രയും കാലമായിട്ടും ഏതെങ്കിലും സംഭവത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടോ? അനൂപ് മാലിക്കിൻ്റെ പേരിൽ പല കേസുകളും കോടതിയിൽ നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇത്രയും ഗൗരവതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അനൂപ് മാലിക്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ഇതിനിടെ അനൂപ് മാലിക് പോലീസിന്റെ പിടിയിലായി. കാഞ്ഞങ്ങാട് വെച്ചാണ് പ്രതിയെ പിടികൂടിയതെന്നാണ് വിവരം. സുമേഷ് വിവരങ്ങൾ പങ്കുവെക്കും. സുമേഷ്, ഇയാളെ രാവിലെ മുതൽ പോലീസ് തിരയുകയായിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, കണ്ണപുരം കീഴറിയിലെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായിട്ടുള്ള അനൂപ് മാലിക്കാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത്. ഇന്ന് രാവിലെ ഈ സംഭവം നടന്ന ഉടൻ ഇദ്ദേഹം ഈ പ്രദേശത്ത് നിന്നും അപ്രത്യക്ഷമാവുകയും തുടർന്ന് കാഞ്ഞങ്ങാടുള്ള ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയുമായിരുന്നു. എന്നാൽ ഈ വാർത്തകളിൽ സജീവമായതോടെ സുഹൃത്ത് തന്നെ ഇദ്ദേഹത്തോട് ഈ വീട്ടിൽ നിന്ന്, അതായത് ഇവിടെ താമസിക്കരുതെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇയാൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായില്ല. തുടർന്ന് സുഹൃത്ത് തന്നെയാണ് കാഞ്ഞങ്ങാട് പോലീസിൽ വിളിച്ച് വിവരമറിയിക്കുകയും കാഞ്ഞങ്ങാട് പോലീസ് എത്തി ഇദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തത്. ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഏതായാലും കണ്ണപുരം പോലീസ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കണ്ണപുരം പോലീസിന് ഇയാളെ കൈമാറും. മുഖ്യപ്രതിയായിട്ടുള്ള ഈ അനൂപ് മാലിക്കിനെ പിടികൂടിയതോടുകൂടി ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത പോലീസിന് വരുത്താൻ സാധിക്കും. നാളെ വിവരങ്ങൾ പങ്കുവച്ചത്. പുന്നമടയെ ത്രസിപ്പിച്ച് ഓളപ്പോര്.
കണ്ണീരിന്റെ കടം വീട്ടി ജലരാജാവായി വിയപുരം ചുണ്ടൻ. കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട കിരീടമാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇക്കുറി തിരിച്ചു പിടിച്ചത്. 4 മിനിറ്റും 21 സെക്കൻഡും 0.84 മൈക്രോ സെക്കൻഡിലുമാണ് വീരു എന്ന വിയപുരം ചുണ്ടൻ കപ്പടിച്ചത്. നെഹ്റു ട്രോഫി ചരിത്രത്തിലെ കന്നി കിരീട നേട്ടവുമായാണ് BBC മടങ്ങിയത്. രാവിലെ പെരുമഴ, ഉച്ചയോടുകൂടി ഒന്ന് മാനം തെളിഞ്ഞു. ചുണ്ടന്മാർ നീറ്റിലിറങ്ങിയപ്പോൾ നെട്ടായത്തിലേക്ക് അവർ പാഞ്ഞെടുത്തപ്പോൾ മാനമാകെ തെളിഞ്ഞ് സൂര്യൻ ഉദിച്ചുയർന്നു. അത്രമേൽ ആവേശകരമായിരുന്നു 71ാമത് നെഹ്റു ട്രോഫി ജലമേള. 2:30 മണിയോടുകൂടി 21 ചുണ്ടൻ വള്ളങ്ങൾ നെഹ്റു പവലിയന്റെ മുന്നിലായി അണിനിരന്നു. മേളയ്ക്ക് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കൊടിയുയർത്തി. മികച്ച സമയം കുറിച്ച് ഹീറ്റ്സ് മത്സരങ്ങളായിരുന്നു 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഫൈനലിൽ ഒന്നാമതെത്തിയ വിയപുരത്തേക്കാൾ മികച്ച ടൈമിംഗുമായാണ് നടുഭാഗം ഹീറ്റ്സ് മത്സരങ്ങളിൽ ഫൈനലിലേക്ക് എത്തിയത്. 4 മിനിറ്റ് 20 സെക്കൻഡ് എന്ന മികച്ച സമയം. നടുഭാഗം വിട്ടുകൊടുക്കുന്നില്ല. നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ്, BBC പുന്നമട, നീരണം ബോട്ട് ക്ലബ്ബ്, നടുഭാഗം നീരണം 2 വള്ളങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. 13ാം നമ്പർ വള്ളം, 19ാം നമ്പർ വള്ളം, നടുഭാഗം പോയി. ഒപ്പം 3-4 ഹീറ്റ്സുകളിലായി തീ പാറുകയായിരുന്നു. നിരണം ചുണ്ടൻ, വിയപുരം, മേൽപ്പാടം ചുണ്ടൻ, ഒപ്പം നടുഭാഗം. പിന്നെ തീ പാറുന്ന ഫൈനലിനായുള്ള കാത്തിരിപ്പ്. ഇതാ തുടങ്ങി കലാശപ്പാറ് തുടങ്ങി ഇതാ മുന്നേറുകയാണ്. ഒന്നൊന്നായി ചുണ്ടൻ വള്ളങ്ങൾ. ഒരേ ഒരു ലക്ഷ്യം, അത് നെഹ്റു ട്രോഫിയാണ്. നെഹ്റു ട്രോഫി തേടി 4 ചുണ്ടൻ വള്ളങ്ങൾ പോരടിക്കുന്നു. 4 ചുണ്ടൻ വള്ളങ്ങൾ ഇതാ മത്സരിക്കുന്നത് കാണുക. എന്തൊരു ഫൈനലായിരുന്നു അത്, എന്തൊരു ഫൈനൽ. ആ കാണുന്ന നെഹ്റു ഉണ്ടല്ലോ, അദ്ദേഹം ചിരിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും ഇരുന്ന്. കാരണം അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് കഴിഞ്ഞ തവണ കരഞ്ഞിറങ്ങിപ്പോയവരാണ് ഈ BBC-ക്കാർ, വിയപുരം ടീം. ഇത്തവണ അവർ പുന്നമടക്കായലിൽ ആ കണ്ണീരിന്റെ ഉപ്പിനെ മധുരമാക്കി മാറ്റി. ഇതിഹാസം രചിച്ച് കടന്നുപോയത്. ഡബിൾ ഹാഡർ ലക്ഷ്യമിട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നിരാശയുണ്ടാകും. പക്ഷേ BBC എന്ന പുതിയ ചാമ്പ്യന്മാർ വരട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, BBC പുതിയൊരു വഴി വെട്ടുകയാണ്. ഇത് പുതിയ രാജാവിന്റെ വരവാണ്. അവരാഘോഷിക്കട്ടെ, BBC-ക്കാർക്ക് ആഘോഷിക്കാം. കാരണം അവർ അധ്വാനിച്ചതിന്റെ ഫലം അത് ഈ പുന്നമടക്കായൽ അവർക്ക് നൽകി. എന്നും സസ്പെൻസ് കരുതുന്ന പുന്നമട ഇന്നും അത് മാറ്റിയില്ല. പുന്നമടക്കായലിലെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ടീം ന്യൂസ് 18നോടൊപ്പം എൽദോ പോൾ പുതുശ്ശേരി. ഈ വാർത്തയോടുകൂടി 9 മണി വാർത്ത അവസാനിക്കുകയാണ്. നമസ്കാരം.